നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വേണേ. അപ്പോൾ അത് വാങ്ങണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസവും പോകണം എന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കും. പക്ഷേ ആകെ ഓരോരോ കാര്യങ്ങൾ, പിന്നെ പുറത്തിറങ്ങാനുള്ള മടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. എന്തുവായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ 4 പേരുടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടാം. ഇപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങൾ കടയിലും പോയി മേടിച്ചിട്ടോ. അപ്പോൾ നമ്മൾ അടൂരാണ് പോയത്, ആശാ ഫാൻസിയിലാണ് പോയത്. അപ്പോൾ അവിടെ പുതിയതായിട്ട് തുടങ്ങിയതിനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റി അതിനനുസരിച്ച് കാണുമായിരിക്കും. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആഷ്മി കുറേ ലിസ്റ്റുമായിട്ടൊക്കെയാണ് വന്നത്. അതൊക്കെ എൻ്റെ ഇടയ്ക്ക് വന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വണ്ടിയെ കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രം കുറച്ചെടുത്തു കേട്ടോ. ഇനിയും വേണം എനിക്ക് കുറച്ച് സാധനങ്ങളോടൊക്കെ. എന്തായാലും പുതിയ വീടല്ലേ, കുറച്ച് വൃത്തിയും എന്നൊക്കെ വേണമല്ലോ. അങ്ങനെ ലച്ചുവിന് പിന്നെ ട്യൂഷനുണ്ട് കേട്ടോ. വൈകിട്ട് 4:30 ആകുമ്പോൾ മാത്സിന് ട്യൂഷനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവളെ ട്യൂഷനിലാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. നമുക്ക് 2 ക്ലോക്കും കൂടെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ കയറിയ കടയിൽ അങ്ങോട്ട് കളക്ഷൻ കുറവായിരുന്നു ക്ലോക്കിൻ്റേതായിട്ട്. അപ്പം നമ്മൾ വേറൊരു കടയിൽ ക്ലോക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു കടയിൽ കയറി 2 ക്ലോക്കും ഒക്കെ വാങ്ങി. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ചായയും വടയൊക്കെ കഴിച്ചിട്ട്, ഞങ്ങൾ ചായയും വടയൊന്നും കഴിച്ചില്ല, ഒരു അച്ഛൻ മാത്രം കേട്ടോ. നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള ചായ കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പം ലച്ചുവിനെയും ട്യൂഷൻ ഇട്ടു കേട്ടോ. അപ്പോൾ ട്യൂഷന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാറ് വരാനായിട്ട്. നമ്മുടെ പിങ്കുവിൻ്റെ ഡ്യൂപ്പിനെ കണ്ടോ? എനിക്കിതിനെ കാണുമ്പം പിങ്കുവായിട്ടാണ് തോന്നുന്നു കേട്ടോ. നല്ല രസമാണ്, പിങ്കുവിന് കൂട്ടിരിക്കുക. അപ്പോൾ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.